പാലക്കാട് ലോറി ദേഹത്ത് വീണാണ് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. എല്ലാ ന്യൂസ് ചാനലിലും വന്നിരിക്കുന്നത് ലോറി ഓവർടേക്ക് ചെയ്തപ്പോൾ മറിഞ്ഞു എന്നാണ്. ശരിക്കും എന്താ അവിടെ സംഭവിച്ചിരിക്കണേ? അവിടെ റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അവിടെ 45ലേറെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ റോഡ് കാരണം. അല്ലാതെ നിങ്ങൾ ഈ ന്യൂസ് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് കൊടുക്കണം. നമ്മളെ കേരളത്തിൽ എല്ലാ റോഡും പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലല്ല അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിന് ഇങ്ങനത്തെ കാര്യങ്ങൾ റോഡിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കണം. നിങ്ങൾ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി പോവുകയാണ്. പ്രോപ്പറായിട്ടുള്ളൊരു വളവിലാണെന്നുണ്ടെങ്കിൽ സൈൻ ബോർഡ് വേണം, ഒരു സ്കൂൾ ഏരിയകളിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് വേണം. അതിനുള്ള കാര്യങ്ങളൊന്നും നിങ്ങളവിടെ ചെയ്യണില്ല. നിങ്ങളെന്താ ഒരു റോഡ് അത് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്ത് ഏത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുക. ഞാൻ അതേപോലെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്യണ ഈ രാജ്യത്ത് ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് പല കമ്പനികൾക്കും സബ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. കേരള ഡെവലപ്പായി പറയുമ്പോൾ എന്ത് ഡെവലപ്പാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുക. അല്ലാതെ ജനങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യേണ്ടത്.